ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്തിയതായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ പ്രോബ്ലമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടായിരുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x² പ്ലസ് എ എക്സ് നോട്ട് ഈക്വൽ ടു 2. ഇതായിരുന്നു നമ്മളെ ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് മെത്തേഡിലാണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമുക്ക് എന്താണെന്നറിയാം. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടിന് പകരം എന്ത് കൊടുക്കാം? 2 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഓരോന്നോരോന്ന് സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം എഫ് ഓഫ് 2 പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 ഇൻറ്റു എക്സ് കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? 2 പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു ഡെൽറ്റ എക്സ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എ. ഓക്കെ, അതായത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 8 ഇൻറ്റു 4 പ്ലസ് 4 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ 8നെ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 ഇൻറ്റു 4 32 പ്ലസ് 8 ഇൻറ്റു 4 32 ഡെൽറ്റ എക്സ് പ്ലസ് 8 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് എ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 2 എന്താ വരിക? 8 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് എ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 8 ഇൻറ്റു 4 32 പ്ലസ് എ വരും. അപ്പോൾ എഫ് ഓഫ് 2 പ്ലസ് ഡെൽറ്റ എക്സും കണ്ടുപിടിച്ചു, എഫ് ഓഫ് 2ഉം കണ്ടുപിടിച്ചു. നമ്മളിനി എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore എഫ് ഓഫ് 2 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്ത് വരും? 32 പ്ലസ് 32 ഡെൽറ്റ എക്സ് പ്ലസ് 8 ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എന്താണ്? 32 പ്ലസ് എ. ഓക്കെ, ഇത് ബ്രാക്കറ്റിലാണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, നെക്സ്റ്റ് which is equal to 32 plus 32 delta x plus 8 delta x square plus a minus 32 minus a whole divided by delta x. അപ്പോൾ ഇതിൻ്റെ അകത്ത് 32ഉം 32ഉം ക്യാൻസൽ ചെയ്യും, എയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി എന്താ വരിക? 32 ഡെൽറ്റ എക്സ് പ്ലസ് 8 ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്ത് ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു 32 പ്ലസ് ഇതിൻ്റെ അകത്ത് ഒരു ഡെൽറ്റ എക്സ് പുറത്തേക്ക് പോയാൽ ബാക്കി എന്താ വരിക? 8 ഡെൽറ്റ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ വരിക? 32 പ്ലസ് 8 ഡെൽറ്റ എക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക്
ഇവിടെ എഫ് ഓഫ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെർഫോർ എഫ് ഡാഷ് ഓഫ് 2 എന്താ വരിക? എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നത് 32 ആണ് വരിക. നമ്മൾ ഏതിൻ്റെ വാല്യൂ? ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഏതിനോട് ഇക്വേറ്റ് ചെയ്യുക? 0നോട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ആൻസർ എന്ത് വരുന്നത്? 32 വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി where a, b and c are constants and let x naught be any real number, then show that f dash of x naught equal to 2a x naught plus b. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എയും ബിയും സിയും ഒക്കെ എന്താണ്? കോൺസ്റ്റൻസ് ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പെർട്ടിക്കുലർ ഏതാണ് ആ പോയിന്റിലെ ഇതാണെന്ന് പറയാം, എക്സ് നോട്ട് പോയിന്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 2a എക്സ് നോട്ട് പ്ലസ് ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തറിയാം? ബൈ ഡെഫിനിഷൻ പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താ വരിക? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കുക? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താ വരിക? എ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് the whole square plus b into x naught plus delta x plus c. ഓക്കെ, നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. എ ഇൻറ്റു എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2x നോട്ട് ഡെൽറ്റ എക്സ് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. പ്ലസ് ബി ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് സി. ഇത് ഈസ് ഈക്വൽ ടു എന്ന് എല്ലാത്തിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2a എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് നോട്ട് പ്ലസ് ബി ഡെൽറ്റ എക്സ് പ്ലസ് സി. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആരെ കൂടി കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് എന്ത് വരും? എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് ബി എക്സ് നോട്ട് പ്ലസ് സി. ഓക്കെ, ഇനി ഇത് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2a എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് നോട്ട് പ്ലസ് ബി ഡെൽറ്റ എക്സ് പ്ലസ് സി മൈനസ് ഇത് മൊത്തം എഴുതുക. എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് ബി എക്സ് നോട്ട് പ്ലസ് സി. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ആരും കൂടി വരും? ഡെൽറ്റ എക്സും കൂടി വരും. ഇത് ഹോൾ ഡിവൈഡഡ് ബൈ ആണ്, which is equal to. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെതും എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെതും ഒക്കെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനിയിപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യലാണ് നമ്മൾ എയിം. അപ്പോൾ എന്ത് വരും? എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2a എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ
plus b x naught plus b delta x plus c minus എല്ലാത്തിലും കൊടുക്കുക a x naught square minus b x naught minus c whole divided by delta x. അപ്പോൾ ഇവിടെ a x naught സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, b x naught ക്യാൻസൽ ചെയ്യാം, സിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ വരിക? 2a x naught delta x plus a delta x the whole square plus b delta x whole divided by delta x. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഡെൽറ്റ എക്സ് കോമൺ ആണ്. ഡെൽറ്റ എക്സിനെ ഔട്ടിലേക്ക് എടുക്കുക. ഡെൽറ്റ എക്സ് ഇൻറ്റു 2a x naught plus a delta x plus b whole divided by delta x. ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എന്താ വരിക? ഈക്വൽ ടു 2a x naught plus a delta x plus b. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 2a x naught പ്ലസ് ബി. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്? ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് കിട്ടി? 2a x naught പ്ലസ് ബി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മുന്നേ ചെയ്ത റിസൾട്ടുകൾ, ദി എബോവ് റിസൾട്ട് നോൺ ആസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ എന്ന് പറയും. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ആൻഡ് ഇറ്റ്സ് പെർട്ടിക്കുലർ കേസസ് വിത്ത് എക്സ് നോട്ട് റീപ്ലേസ്ഡ് ബൈ എക്സ് ആസ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തു, അതേപോലെ ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തു. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാവുന്ന റിസൾട്ടുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ. ഓക്കെ, ഫസ്റ്റ് വൺ, ദി ഡെറിവേറ്റീവ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി is the linear function f dash of x equal to 2ax plus b. Okay. Second one, the derivative of the linear function f of x equal to bx plus c is the constant function f dash of x equal to b. Okay. Then the derivative കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ the derivative of the constant function f of x equal to c is the zero function f dash of x equal to 0. ഓക്കെ, നമുക്ക് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നൊക്കെ കൺക്ലൂഡ് ചെയ്യാവുന്ന ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവിൽ നമ്മൾ എത്തിച്ചേർന്നതാണ് ഏതാണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സ്ലോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഏത് ഡെറിവേറ്റീവിൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. അതിൽ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം തരികയാണ്. ഓക്കെ, അതിൽ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇവിടെ ഓരോ വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? എക്സിൻ്റെ വാല്യൂ 1.00 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ് 0.84147. 0.50 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാല്യൂ വരും. 0.20 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാല്യൂ വരും. അങ്ങനെ ഓരോ വാല്യൂവിലും നിങ്ങൾ നോക്കി നോക്കുക. അടുത്ത ഒരു പേജിലും കൂടി ഉണ്ട്. ഇങ്ങനെ കുറച്ച് വാല്യൂസാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം നോക്കുക, ഇതിൻ്റെ ഒരു നാച്ചർ എന്താണ്?
ഇവിടെ 1 എന്ന് കുറഞ്ഞ് 1 എന്ന് 0.5 ആയി, 0.2 ആയി, 0.1 ആയി, 0.01 ആയി, 0.001 ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? കുറഞ്ഞ് 1, 0.5, 0.2, 0.1, 0.01, 0.001 അപ്രോക്സിമേറ്റ്ലി ഏത് പോയിന്റിലേക്ക് എത്തുകയാണ്? 0 എന്നുള്ള പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ sin x by എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നത്? 0.999999. 0.999 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഏതിനോട് ഈക്വൽ ആണ്? 1 ഓക്കെ. നമ്മൾ ഈ ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ കുറഞ്ഞ് 0ലേക്ക് എത്തുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും? 1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും എന്താവുന്നില്ല? 1 ആവുന്നില്ല. അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഇത് നെഗറ്റീവ് വാല്യൂസ്, അതായത് 0ൻ്റെ തൊട്ടടുത്ത നെഗറ്റീവ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെയാണ് വരിക. 0.0998, 0.99883. ഓക്കെ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും വാല്യൂവിലേക്ക് ടെൻഡ് ചെയ്യുന്നതാണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ പറയുക. അതായത് ഇതാണ് നമ്മളെ ഫംഗ്ഷൻ, ഏത്? sin x by x. ഈ sin x by എക്സിൻ്റെ വാല്യൂ ഏതിലേക്ക് പോകും? 0ലേക്ക് പോകും. എപ്പോൾ? എക്സിൻ്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ. നമ്മൾ റീഡ് ചെയ്യുക, sin x by x tends to 0 as x tends to 0. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 sin x divided by x equal to 1. ഓക്കെ. അപ്പം ഞാൻ ഇതുവരെ, അതായത് 3 വീഡിയോസാണ് ചെയ്തത്. ഇതെൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ടും കൂടി തരുന്നത് കൊണ്ടായിരിക്കണം നിങ്ങൾ വീഡിയോ വ്യൂ ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാവരും അല്ല, പലരും വീഡിയോ വ്യൂ ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ നോട്ട്സ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.